രാമേന്ദ്രൻ, ശബരിമല സ്വർണ്ണക്കൊള്ള കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. ഇതുവരെയും നമ്മൾ കണ്ടിരുന്നതും കേട്ടിരുന്നതും അതിൻ്റെ പ്രധാന കൊള്ള നായകർ എന്ന് പറയുന്നത് CPM നേതാക്കളാണ് എന്നതായിരുന്നു. അത് ഇത്തിരിയും കൂടി താഴോട്ട് പോകുമ്പോൾ അതിലേക്ക് കോൺഗ്രസ് നേതാക്കൾ, പ്രയാഗ് ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ വരും. അന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ഈ കൊള്ളയുടെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അവിടുത്തെ തന്ത്രി തന്നെയാണ് എന്നാണ് മനസ്സിലായത്. രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലക്ക് വരുന്ന സമയത്താണ് അതിൽ CPM കോൺഗ്രസും ഒക്കെ വരും. പക്ഷേ ഈ തന്ത്രി എല്ലാ കാലത്തും അതിൻ്റെ ഒരു ഫോക്കസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാണ് തോന്നുന്നത്. നമുക്ക് ഈ രണ്ടും ചർച്ച ചെയ്യാം. എൻ്റെ രാഷ്ട്രീയം എന്താണ്, അതേപോലെ തന്നെ തന്ത്രി ഏത് തരത്തിലാണ് അതിനകത്ത് കയറി ഇടപെട്ടിട്ടുള്ളതെന്ന്. അതായത് ഈ തന്ത്രി കുടുംബത്തിൽ ഈ രണ്ട് ശാഖ ഉണ്ട്. മഹേശ്വരും ഈ രാജീവരും. മോഹനരെ മാറ്റിയല്ലോ ശോഭാ ജോൺ. അതെ, പ്രശ്നത്തിനെ തുടർന്ന് മോഹനര് മാറി. മോഹനരുടെ മകൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രാജീവര് വരുന്ന, അതായത് ഓരോ വർഷം ഇടവിട്ടാണ് സംഭവിക്കുന്നത് ഈ രണ്ട് താവഴികളിൽ വരുന്നത് അല്ലേ. അപ്പൊ പൊതുവെ ഈ SITയുടെ സംശയം, ഈ രാജീവരുടെ സാന്നിധ്യം ഉണ്ടാകുന്ന വർഷങ്ങളിൽ ഇത് ഇത്തിരി കുഴപ്പം ആണ് ശബരിമല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സൂചനയും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ പുതുതായിട്ട് വന്ന ഈ വാജിവാഹനത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ, നമ്മളത് തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. ആ വാജിവാഹനം അവിടെ നിന്ന് കടത്തിയത് ശരിയായില്ല എന്നുള്ളത്. അത് പ്രയാഗ് ഗോപാലകൃഷ്ണൻ കൊടുത്തതും ശരിയായില്ല. നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നു, നമുക്കതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പോൾ പുതിയ മറ്റേ 2012 ഉത്തരവ് പുറത്തു വന്നല്ലോ, പൊതുസ്വത്താണ്. അതവിടെ 2017 ഇത് കൊണ്ടുപോകുന്നത്. 2012 എൻ വാസു കമ്മീഷണറായിരിക്കുമ്പോൾ തന്നെ ഉത്തരവുണ്ട്, പൊതുസ്വത്താണ്, ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്. ആ 2012 ഉത്തരവ്, ആ ഭാഗം ഞാൻ വായിക്കാം. ഇതേപ്പറ്റി പറയുന്നത്, ക്ഷേത്രങ്ങളിൽ ദൈവചൈതന്യം സംക്രമിക്കപ്പെട്ട് ആചരിച്ച് പോരുന്നവയും അങ്ങനെ അല്ലാത്തവയുമായ ഭൗതിക വസ്തുക്കൾ കേടുപാടുകൾ ഉണ്ടാകുമ്പോഴോ ഉയർന്ന നിലവാരത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴോ നിലവിലുള്ളവ ഉപയോഗിക്കാറുണ്ട്. ഇക്കാര്യം സംബന്ധിച്ച പൂർവകാല നടപടികൾ എന്തു തന്നെ ആയാലും, മുമ്പ് എങ്ങനെ തന്നെ നടന്നെങ്കിലും, ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊതുസ്വത്തായതിനാൽ ദേവസ്വത്തിൻ്റെ സ്വത്തായി തന്നെ നിലനിർത്തേണ്ടതാണ് എന്നാണ് 2012 ഉത്തരവാണ്. എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ സ്വത്താണ്, മോനെ ഇത് അടിച്ചുകൊണ്ട് പോരുതെന്നാണല്ലോ ഇതിന്റെ. ഇപ്പൊ ഞാൻ ഇടയ്ക്കൊരു ഉദാഹരണം ചോദിച്ചു. ഇപ്പൊ താർ എന്ന് പറഞ്ഞൊരു വണ്ടി ലേലം ചെയ്തില്ലേ ഗുരുവായൂര്, ഇത് ഒറിജിനലിന്റെ വിലയേക്കാൾ കൂടുതൽ ലേലം ചെയ്യുമ്പോ കിട്ടില്ലേ ഈ ഭഗവാന്റേതാണെന്ന് പറയുമ്പോ, ഈ വാജുവാഹനം അവിടെ ലേലം ചെയ്തിട്ട് ശബരിമലയ്ക്ക് തന്നെ കൂടെ. അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുണ്ട് പേഴ്സ. കാരണം ഈ പഴയ കൊടിമരം മാറ്റിക്കഴിഞ്ഞാൽ ഇത് മൃദ്ധം എന്നാണ് കാഴ്ചപ്പാട്, ജഡമാണിത്. അപ്പൊ ജഡം ആയതുകൊണ്ടാണ് ഈ തന്ത്രസമുച്ചയത്തിലെ ഭാഗം ഞാൻ ഇന്നലെ വായിച്ചല്ലോ. തന്ത്രസമുച്ചയം എന്ന് പറയുന്നത് ഗൈഡാണ്, ഒറിജിനൽ വേറെയാ പദ്ധതി എന്ന് പറയുന്നത്. സമുച്ചയം എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ഗൈഡാണെന്നാണ് അർത്ഥം. ഗൈഡല്ല, ഒറിജിനൽ തന്നെയാണ് നോക്കേണ്ടത്. അതിരിക്കട്ടെ. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ, ലോഹമാണെങ്കിൽ ഉരുക്കി വേണം യജമാനൻ കൊടുക്കാൻ. യജമാനൻ എന്ന് പറഞ്ഞാൽ ബോർഡ് പ്രയാഗ് ഗോപാലകൃഷ്ണൻ. ഇത് ഉരുക്കിയില്ലല്ലോ. വാജിവാഹനം, അതായത് ഒരു ജഡത്തിന്റെ തലയുടെ മുകളിലല്ലേ ഇതിരിക്കുന്നേ, അത് അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. ജഡമായത് കൊണ്ടാണ്, പഴയത് ജഡമായിട്ടാണ് കൺസെപ്റ്റ്. ജഡമായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൈവെട്ടി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? പാടില്ല. അതുകൊണ്ടാണ് ഇത് മരമാണെങ്കിൽ ദഹിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ചാരമായിട്ട് പോകണം. സാധാരണ മനുഷ്യന്റെ ജഡം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ വാജിവാഹനമാ അല്ലെങ്കിൽ മൂലവിഗ്രഹത്തിനെ പറ്റിയാണ് തന്ത്രസമുച്ചയത്തിൽ പറയുന്നത്. അത് ഉരുക്കി വേണം കൊടുക്കാൻ എന്നുള്ളത്. കാരണം മൃതമാണ്, അതിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. പല കാരണങ്ങൾ ഉണ്ട് എന്നർത്ഥം. ഈ വാജിവാഹനം വീട്ടിൽ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളതിന്.
പിന്നെ അന്നത്തെ കോൺക്രീറ്റ് ആയിരുന്നല്ലോ. ഇത് ദ്രവിച്ചു പോയി എന്ന് ദേവപ്രശ്നത്തിൽ കണ്ടതും തുടർന്ന് മാറ്റിയതും ഒക്കെയാണല്ലോ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ പല ഈ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് ഇത് കോൺഗ്രസ് ആണ് എന്ന് വരുത്തി CPM-കാർക്ക് വലിയ ആഹ്ലാദം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ഇല്ല, അത് പിണറായി വിജയനാണ് അപ്പോൾ മുഖ്യമന്ത്രി. 2017 പിണറായി വിജയൻ വന്ന ശേഷം ആ ബോർഡിൽ കെ രാഘവൻ എന്ന ഇടത് അംഗത്തിന് വെച്ചിട്ടുണ്ട്. കെ രാഘവനും അതിന്റെ ഭാഗമാണെന്ന്. അതായത് ഈ ഇത്തരം കമ്മിറ്റികൾ സ്ഥിരമായി കാശടിക്കുന്ന കമ്മിറ്റികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, അതിന് ലേബലൊന്നൊരു പ്രശ്നമല്ല. അതായത് പ്രയാറും അജയ് തറയിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് കോൺഗ്രസ് കമ്മിറ്റിയാണെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഈ സംഭവം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇടതംഗമായ കെ രാഘവനും ഉണ്ട്. കെ രാഘവന് നേരെ പോയി പിണറായി വിജയനോട് പറയാമല്ലോ, സഖാവേത് ഇങ്ങനെയൊക്കെയാണ്. അതെങ്ങനെയാണ് പങ്കുപറ്റി കഴിഞ്ഞാൽ പോയി പറയണം? എങ്ങനെയാണ് അപ്പൊ എന്നോടൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്നാണ് രാഘവൻ പറയുന്നത്. പ്രയാറും അജയ് തറയിലും കൂടി ചെയ്തതാണ്. എനിക്ക് അങ്ങനെ ഒരു ഉത്തരവുള്ളതായിട്ട് അറിയില്ല, എന്നോട് ആരും പറഞ്ഞുമില്ല. ഇയാളുള്ള ബോർഡിൻ്റെ അകത്ത് തന്നെയല്ലേ ഉദ്യോഗസ്ഥന്മാരും ഉള്ളത്. 2012 ഈ അറിയിപ്പുണ്ടല്ലോ, ഇത് പൊതുസ്വത്താന്നുള്ളത്, അതെല്ലാ ഓഫീസിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാ ക്ഷേത്രങ്ങളിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും 2022 തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ആ കൊടിമരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഗരുഡൻ അത് തന്ത്രിക്ക് കൊടുക്കുകയോ മറ്റോ ചെയ്തത് പ്രശ്നമുണ്ട്. ഇങ്ങനൊരു ഉത്തരവ് അല്ല. ഇതിൻ്റെ പ്രശ്നം അടിസ്ഥാനപരമായിട്ടേ ഇവർ ഇതെല്ലാം മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിന് കൂട്ടുനിൽക്കുന്ന കൂട്ടുസംഘം മാത്രമാണ് ഈ സമിതികൾ. പാർട്ടി അത് റിട്ടയർ ചെയ്ത ജഡ്ജിമാരെയൊക്കെ അവിടെ പല ഇതിലും വെക്കുന്നില്ലേ, കമ്മീഷണറായിട്ടും ഒക്കെ. അതില് മറ്റേ CR ജഗൻ ഒഴിച്ചിട്ടേ ബാക്കിയുള്ള ആളുകളൊക്കെ ഇതിന്റെ കൂടെ ഒക്കെ ചേരുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം. ഇവരെല്ലാം ഇങ്ങനെ ഈ കൂട്ടത്തിൽ ഇങ്ങനെ പോവുകയാണ്, കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. അതെ. അപ്പോ ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്, ഈ ഭരണകാലമൊക്കെ പറയുകയാണെങ്കിൽ ഈ കൊടിമരം മറ്റേ കോൺക്രീറ്റ് മാറ്റാനുള്ള 2014 മുതൽ ആ കൊടിമരം മാറ്റണം എന്നൊരു ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. 2014 മുതൽ 2016 കാലത്ത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ദേവപ്രശ്നത്തിൽ ആ സമയത്ത് ദേവപ്രശ്നത്തിൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ദേവപ്രശ്നം. അപ്പോൾ ഇത് ദ്രവിച്ചിട്ടുണ്ട്, മാറ്റണം. ഇത് 47 കൊല്ലമായിട്ടുള്ളൂ ഈ കോൺക്രീറ്റ് കൊടിമരം വന്നിട്ട്. സാധാരണ 500 കൊല്ലമൊക്കെ നിൽക്കുമ്പോൾ വ്യവസായത് ഇത് 47 കൊല്ലേ ആയിരുന്നുള്ളൂ. 1970-കളിലാണ് സ്വർണം പൂശുന്നതും. പ്രശ്നം എന്താണെന്ന് വെച്ചാല് ദേവപ്രശ്നം പോലും പ്രശ്നമാണ്. അതൊക്കെ പ്രശ്നം, അതൊക്കെ അടുത്ത കാലത്ത് വന്നാണ് ദേവപ്രശ്നം എന്നൊക്കെ പറയുന്നതും ഒക്കെ. പിന്നെ ഈ പഴയ ആ കൊടിമരത്തിൽ ഉണ്ടായിരുന്ന അഷ്ടദിക്പാലകര് ഇത് സ്ട്രോങ് റൂമിലുണ്ടെന്നാണ് അജയ് തറയിൽ പറയുന്നത്. പറയൊക്കെ അതിലെ സ്ട്രോങ് റൂമിൽ ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പം അതെവിടെ പോയി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് 2 മാസത്തിൻ്റെ ഇടയ്ക്ക് 35 ലക്ഷം രൂപ പോയി ഈ ആടിയ ശിഷ്ടം നെയ്യ് അതിൻ്റെ അകത്ത് തിരിമറി നടന്നിരിക്കുന്നത്. 16,628 പാക്കറ്റ് കൗണ്ടറിൽ നിന്ന് വിറ്റതിൻ്റെ പണം അടച്ചിട്ടില്ല. ആണ് 35 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൊടിമരം 2014 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ആലോചന തുടങ്ങി. ദേവപ്രശ്നത്തിൽ ചിതലരിച്ചു എന്ന് കണ്ടു. 2017 ഫെബ്രുവരി 19 ഈ വാജിവാഹനം തന്ത്രിക്ക് കൊടുക്കുന്നതും ഒക്കെ. ഇതിൻ്റെ അകത്ത് ഈ ഒരു കൊല്ലം ഇത് എണ്ണത്തോണിയിൽ കിടത്തണം എന്നുണ്ട് ഈ കൊടിമരം തേക്ക്. അപ്പോൾ അതാണ് ഈ 2016 മുതൽ 2017 വരെ ഇത് എണ്ണത്തോണി കിടക്കണം. തൈലത്തിൽ കിടക്കണം, തൈലവാസം എന്നാണ് പറയുക. അങ്ങനെ ഒരു കൊല്ലം കഴിയുന്നത് കൊണ്ടാണ് ഇത് ആ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ കൊടിമരം സ്ഥാപിക്കാതെ പിണറായിയുടെ കാലത്തേക്ക് ഇത് നീങ്ങിപ്പോകുന്നത്, പ്രയാറും തുടരുന്നതും ഒക്കെ ആ സമയത്ത്. അപ്പോൾ പഴയതിൻ്റെ അകത്ത് പിന്നെ ഇപ്പോൾ മറ്റേ VSSC റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് മുദ്ര വെച്ച കവറിൽ. അത് വളരെ പ്രധാനമാണ്. 15 സാമ്പിൾ എടുത്തിരുന്നു, പഴയത് എടുത്തിരുന്നു, പുതിയതിൻ്റെയൊക്കെ എടുത്തിരുന്നു, കാലപ്പഴക്കം നിർണ്ണയിക്കാനൊക്കെ. സ്വർണം ഇത് വെറും റെപ്ലിക്കയാണോ ഒറിജിനൽ ഉണ്ടോ എന്നൊക്കെ അറിയാൻ. അതായത് 15 സാമ്പിൾ ദ്വാരപാലക
ശില്പങ്ങൾ, കട്ടിളപ്പാളി തുടങ്ങി. പഴയതാണോ കവർച്ച ചെയ്തത്, പുതിയതാണോ സ്വർണം പൂശിയത്, പിന്നെ പഴയ ചെമ്പുപാളികൾ തന്നെയാണോ ഇപ്പോൾ ഉള്ളത്, ആ പാളികളിൽ തന്നെയാണോ സ്വർണം പൂശിയത്? ഇതിൻ്റെ ഒക്കെ ഉത്തരം ആ മുദ്ര വെച്ച VSSC കൊടുത്ത കവറിൽ കോടതിക്ക് ഇന്നലെ സമർപ്പിച്ചല്ലോ. അപ്പം അതിൽ നിന്ന് കാലപ്പഴക്കം നിർണയിച്ച് കിട്ടും. അതൊരു താക്കോൽ ആണ്. അതെ. അപ്പോൾ പുതുതായി പൂശിയതായിട്ട് പറയുന്നത് ഇതുവരെ കൊണ്ടുപോകാതിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതിൻ്റെയൊക്കെ സാമ്പിൾ പരിശോധിച്ചിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. കാലപ്പഴക്കവും ഗുണമേന്മയും ഇതിൽ വരും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ആ VSSCയുടെ റിപ്പോർട്ടിൽ നിന്നുകൂടി വരും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ, പഴയ കൊടിമരം. അപ്പോൾ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ല 58 കൊല്ലം പുറകോട്ട് അന്വേഷിച്ചു വന്നു. അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടും. എല്ലാ കാലത്തും ഇത് നടന്നിട്ടുണ്ട് എന്ന്. EMSന്റെ കുടുംബത്തിൽ നിന്ന് 2 പേര് പ്രസിഡന്റുമാരായിരുന്നില്ലേ? രാമൻ ഭട്ടതിരിപ്പാട് തെക്കേടത്തുമന ആര്യ അന്തർജനത്തിൻ്റെ കുടുംബമല്ലേ? CK ഗുപ്തൻ EMSന്റെ മരുമകൻ പ്രസിഡന്റ് ആയിരുന്നില്ലേ ദേവസ്വത്തിൻ്റെ? എല്ലാ കാലഘട്ടവും നോക്കട്ടെ, ഇല്ലേ? അതെ, എല്ലാം നോക്കട്ടെ. അല്ല, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരുന്നതാണ് നല്ലത്. നമ്മൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചൊരു കൃത്യത ഉണ്ടാവില്ല. അങ്ങനെ തുടരട്ടെ. അതെ. അപ്പോൾ ഈ വാജിവാഹനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായില്ലേ? തന്ത്രിയുടെ അവകാശപ്പെട്ടതല്ല എന്നുള്ളത് പൊതുസ്വത്താണ്, ദേവസ്വത്തിൻ്റെ എന്നുള്ളത്. തന്ത്രിമാരെങ്ങനെയാണ് പിന്നെ വാജിവാഹനം അങ്ങനെ തന്നെ കൊടുത്തത് തന്ത്ര സമുച്ചയത്തിനും പോലും നിരക്കുന്നതല്ല, മൃതമാണല്ലോ. അല്ല, എല്ലാത്തിനും അവര് തെറ്റായിട്ടുള്ള കാരണങ്ങൾ പറയുന്നു മാത്രമേ ഉള്ളൂ. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. തന്ത്ര സമുച്ചയം ഞങ്ങളുടെ പ്രമാണമാണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല അത് ഗൈഡാണെന്നുള്ളത്. അതിൻ്റെ അകത്ത് തന്ത്ര സമുച്ചയത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ ശൂദ്രരിൽ താഴ്ന്ന ആളുകളെ അമ്പലത്തിനകത്ത് കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും പ്രമാണത്തിലുള്ളതുകൊണ്ട് അത് ഇപ്പൊ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല, പലതും അങ്ങനെ നടക്കാത്ത കാര്യങ്ങളാണ്. കാലം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ എല്ലാത്തിനും സ്റ്റാൻഡർഡൈസേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അംഗീകരിക്കുകയും അതിനനുസരിച്ച് നിരന്തരമായി ഇത് പുതുക്കുകയൊക്കെ ചെയ്ത് 15ാം നൂറ്റാണ്ടാണ് നാരായണൻ നമ്പൂതിരിപ്പാട് എഴുതിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ത്യക്ക് ബാധകം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന നിയമങ്ങളൊക്കെ ഇല്ലേ ബാധകം. ദേവപ്രശ്നമൊക്കെ തന്ത്രിമാര് സത്യം പറയട്ടെ, ഇതൊക്കെ ആധുനികമല്ലേ? എന്നാണ് ഇത് നടന്നിരുന്നത്? ഇതൊക്കെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ അംഗീകരിച്ചു വേണം. ഇനി താഴ്വൺ മഠത്തിന് തന്നെ പറയാം, ഇവരെ നിയമിച്ചിരിക്കുന്ന 1908 താഴ്വൺ തന്ത്രി കുടുംബം. ഞങ്ങൾ പരമ്പരാഗതമാണെന്നല്ലേ കണ്ഠരൻ മോഹനര് പറഞ്ഞു. കണ്ഠരൻ മോഹനരോട് ജസ്റ്റിസ് KS പരിപൂർണൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഗായത്രി അറിയാമോ? ഇല്ല. നിങ്ങൾക്ക് ഗണപതി പൂജയ്ക്കുള്ള ഇതറിയാമോ? പുരുഷാർത്ഥം അറിയാമോ? മന്ത്രങ്ങളൊന്നും അങ്ങേർക്ക് അറിയില്ല. പിന്നെ സംസ്കൃതം അറിയാമോ? ഇല്ല. പിന്നെ നിങ്ങളെങ്ങനെയാണ് പൂജ ചെയ്യുന്നത്? ഞങ്ങൾ താഴമൺ തന്ത്രി കുടുംബത്തിലെയാണ് പരമ്പരാഗതമായിട്ട്. അപ്പം മന്ത്രങ്ങൾ അറിയില്ലെങ്കിൽ ഞാൻ വേറെ ചില അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും എന്നാണ് കണ്ഠര് പറഞ്ഞത്. അഡ്ജസ്റ്റ്മെന്റ് ആണല്ലേ? മൊത്തം അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഈ കൊള്ള ന്യായീകരിക്കാനായിട്ട് തന്ത്ര സമുച്ചയം, വേദപഠനവും സംസ്കൃതവും ഒന്നും അറിയണ്ട ഈ തന്ത്രിപ്പണി എടുക്കാനായിട്ട്. ഇങ്ങനെയാണ് പോക്കേ. ഇതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുന്നതാണ് നല്ലത്. 1908 ചെങ്ങന്നൂർ തഹസിൽദാരൻ തീരുമാനിച്ചതാണ് ഈ തന്ത്രിമാർ ചെയ്യട്ടെ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അപ്പോയിന്റിങ് അതോറിറ്റിക്ക് ഡിസപ്പോയിന്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നറിയാലോ നിയമത്തിൽ. അടുത്ത തഹസിൽദാർക്ക് ഈ കുടുംബത്തിന് മാറ്റാൻ വേറെ തന്ത്രി കുടുംബങ്ങളില്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.